Hi everyone, this is Rinsi from Groww Malayalam channel. കഴിഞ്ഞ ഒരു മാസത്തിൽ FIIകൾ 11,427 കോടി രൂപയുടെ നെറ്റ് ബൈങ് അല്ലെങ്കിൽ ഇപ്പോൾ സെല്ലിംഗ് നടത്തിയെന്ന് നിങ്ങളിപ്പോൾ ന്യൂസിൽ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ റിപ്പോർട്ടുകളിൽ പലതവണ വായിച്ചിട്ടുണ്ടായിരിക്കും ഇല്ലേ? അപ്പോൾ ഈ FIIs അതായത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് മാർക്കറ്റ് നയിക്കുന്നതിൽ വലിയൊരു റോളുണ്ട്. കാരണം അവരോടൊപ്പം വലിയൊരു ക്യാഷ് ഇൻഫ്ലോ തന്നെയാണ് കൊണ്ടുവരുന്നത്. പിന്നെ FIIകൾ നമ്മൾ നോർമലി അറിവുള്ള ഇൻവെസ്റ്റർ ആയിട്ടാണ് കണക്കാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെയൊക്കെയുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ FIIകൾ ഏതൊക്കെ സ്റ്റോക്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് എപ്പോഴും താല്പര്യം കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാർച്ച് 2023 ക്വാർട്ടറിൽ FIIകൾ അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്ത 5 സ്റ്റോക്കുകളായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പം ഇന്ന് നമ്മുടെ സ്റ്റോക്ക് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഫിൽറ്റേഴ്സ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മോർ ദാൻ 5,000 crores, 5 year sales growth CAGR more than 10%, return equity for financial 2023 more than 50% ആണ്. അപ്പം നമ്മൾ ഈ ഒരു ഫിൽറ്റേഴ്സൊക്കെ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് കിട്ടിയ കമ്പനികളിൽ FIIകൾ അവരുടെ സ്റ്റേക്ക് ഏറ്റവും കൂട്ടിയ 5 കമ്പനികളാണ് നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ FIIs അവരുടെ ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് കൂട്ടിയ കമ്പനി നമ്മൾ ഇന്ന് ലാസ്റ്റ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പം ഇന്നത്തെ നമ്മുടെ കമ്പനികൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? ബട്ട് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അതുപോലെ FB ഹാൻഡിൽസും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി ശ്രീറാം ഫൈനാൻസ് ലിമിറ്റഡ്. അപ്പോൾ ശ്രീറാം ഗ്രൂപ്പ് ശ്രീറാം സിറ്റി യൂണിയൻ ഫൈനാൻസിനെ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫൈനാൻസ് കമ്പനിയുമായിട്ട് മേർജ് ചെയ്തിട്ടാണ് ശ്രീറാം ഫൈനാൻസ് തുടങ്ങിയത്. അപ്പോൾ 30 നവംബർ 2022 ശ്രീറാം ഗ്രൂപ്പ് ഈ മേർജ് ചെയ്ത സ്ഥാപനത്തെ ശ്രീറാം ഫൈനാൻസ് എന്ന് പേരിട്ടു. അപ്പോൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഫൈനാൻസിംഗിൽ ലീഡറായ ശ്രീറാം ട്രാൻസ്പോർട്ട് ഫൈനാൻസും 2 വീലറുകളുടെയും MSMEകളുടെയും ഫൈനാൻസിൽ പ്രമുഖരായ ശ്രീറാം സിറ്റി യൂണിയൻ ഫൈനാൻസും രണ്ടും കൂടി മേർജ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ NBFC ശ്രീറാം ഫൈനാൻസ് ഉണ്ടായത്. അപ്പോൾ മാർച്ച് 2023 ക്വാർട്ടറിൽ FIIകൾ ശ്രീറാം ഫൈനാൻസിലെ ഓഹരി 4.23% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്നതാണ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോൺ അതുപോലെ തന്നെ ബിസിനസ് ലോണും. അപ്പോൾ ഇതിലൂടെ കമ്പനി കസ്റ്റമേഴ്സിനും ഡീലർമാരും മുതൽ പ്രൈവറ്റ് ഫൈനാൻസേഴ്സ് വരെയുള്ള മുഴുവൻ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എക്കോസിസ്റ്റത്തിനും സേവനം നൽകുന്നുണ്ട്. അപ്പോൾ ഇതുകൂടാതെ കമ്പനി ഡിപ്പോസിറ്റ് സർവീസ്, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ്, വെഹിക്കിൾ ഇൻഷുറൻസ് ലോൺ, ടയർ ഫൈനാൻസ്, ടാക്സ് ഫൈനാൻസ്, ടോൾ ഫൈനാൻസ്, റിപ്പയർ ആൻഡ് ടോപ്പ് അപ്പ് ലോൺസ്, ഫ്യൂവൽ ഫൈനാൻസ്, ഇതുകൂടാതെ ലൈഫ് ഇൻഷുറൻസിനും അതുപോലെ MSMEകൾക്കും എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീമുകളും നൽകുന്നുണ്ട്. മാർച്ച് 2023 പ്രകാരം കമ്പനിയുടെ AUMന്റെ ഏകദേശം 50% കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോണിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ശ്രീറാം ഫൈനാൻസിന് ഏകദേശം 3000 ബ്രാഞ്ച് ഓഫീസുകളുടെ അവർ 7.32 മില്യൺ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹൗസിംഗ് ഫിനാൻസ് സബ്സിഡിയുടെ മികച്ച വളർച്ച കമ്പനിയുടെ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അപ്പം ശ്രീറാം ഹൗസിംഗ് ഫിനാൻസ് എന്ന അവരുടെ ഹൗസിംഗ് ഫിനാൻസ് സബ്സിഡിയുടെ AUM ഇയർ ഓൺ ഇയർ ബേസിൽ 50.26% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി അവരുടെ പാറ്റ് അതായത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർ ഓൺ ഇയർ ബേസിൽ 71.45% കൂടിയിട്ടുണ്ട്. അപ്പോൾ കൺസോളിഡേറ്റഡ് ലെവൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ MSMEകളും റോഡ് ട്രാൻസ്പോർട്ട് ഓപ്പറേറ്റർമാരുള്ള എൻഡ് കൺസ്യൂമേഴ്സ് രാജ്യത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ മാന്ദ്യത്തിൽ നേരിട്ട് ബാധിക്കപ്പെടും എന്നത് ശ്രീറാം ഫൈനാൻസിൻ്റെ ഒരു ബിസിനസ് റിസ്ക് തന്നെയാണ്. അപ്പോൾ എക്കണോമിക് സൈക്കിളുകൾക്ക് അനുസരിച്ച് അവരുടെ ബിസിനസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ ശ്രീറാം ഫൈനാൻസിനെയും അത് ബാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി നമുക്ക് ശ്രീറാം ഫൈനാൻസിൻ്റെ കുറച്ച് മെയിൻ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നോക്കാം. അപ്പോൾ അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സായ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഫൈനാൻസിംഗ് കമ്പനി ലിമിറ്റഡ് അതുപോലെ സുന്ദരം ഫൈനാൻസ് ലിമിറ്റഡ് ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ശ്രീറാം ഫൈനാൻസ് ലിമിറ്റഡിനെ പോലെ തന്നെ ഇവരും രണ്ടുപേരും വെഹിക്കിൾ ഫിനാൻസിൽ പ്രവർത്തിക്കുന്നവരാണ്. ബാങ്ക് അതുപോലെ NBFCൻ്റെ ഒക്കെ വാല്യുവേഷനിൽ P റേഷ്യോനേക്കാളും PB റേഷ്യോ ആണ് കുറച്ചും കൂടി നമ്മൾ റിലവൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ശ്രീറാം ഫൈനാൻസിൻ്റെ PB റേഷ്യോ വരുന്നത് 1.2 ആണ്. ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫൈനാൻസിൻ്റെ PB റേഷ്യോ വരുന്നത് 6.4ഉം സുന്ദരം ഫൈനാൻസിൻ്റെ PB റേഷ്യോ വരുന്നത് 2.86 ആണ്. അപ്പോൾ AUM ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് ലാസ്റ്റ് 1 ഇയറിൽ ഹയസ്റ്റ് ഗ്രോത്ത് ഉള്ളത് 38%. ഇനി നമ്മൾ റിട്ടേൺ ഓൺ അസറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശ്രീറാം ഫൈനാൻസ് അതുപോലെ സുന്ദരം ഫൈനാൻസ് ഏകദേശം സെയിം തന്നെയാണ്. പക്ഷേ ചോളമണ്ഡലമാണ് ലീഡിംഗ് വരുന്നത് റിട്ടേൺ ഓൺ അസറ്റ് 3.8 times. ഇനി നമ്മൾ റിട്ടേൺസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 1 അതുപോലെ 5 വർഷത്തിൽ ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫൈനാൻസ് അവരുടെ ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം വെൽത്ത് ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാങ്ക് അതുപോലെ NBFCയുടെ ഒക്കെ മെയിൻ ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അപ്പോൾ ഇവിടെ ശ്രീറാം ഫൈനാൻസിന് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം സിംഗിൾ ഇയറിൽ 9,316 കോടിയിൽ നിന്ന് 16,963 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് 82.08% കൂടിയിട്ടുണ്ട്. അതുപോലെ ചോളമണ്ഡലത്തിനേക്കാളും ഒരുപാട് ബെറ്റർ ആണ്.
ഇനി ഇന്നത്തെ നമ്മുടെ രണ്ടാമത്തെ കമ്പനി വന്ന് ക്യാമ്പസ് ആക്റ്റീവെയർ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ ലീഡിംഗ് സ്പോർട്ട് ആൻഡ് അത്ലറ്റിക് ഫുഡ്വെയർ ബ്രാൻഡാണ് ക്യാമ്പസ് ആക്റ്റീവെയർ. അപ്പോൾ അത്ലറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെയിലി അതുപോലെ എക്സസൈസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫുഡ്വെയർ ആണ്. അപ്പോൾ കമ്പനി ഇപ്പോൾ റണ്ണിങ് ഷൂസ്, വാക്കിംഗ് ഷൂസ്, കാഷ്വൽ ഷൂസ്, സ്ലിപ്പേഴ്സ്, അതുപോലെ പല സ്റ്റൈലിലുള്ള സാൻഡൽസ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അത് പല പ്രൈസ് റേഞ്ചിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വാല്യൂ അതുപോലെ തന്നെ വോളിയത്തിൻ്റെ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്പോർട്സ് ആൻഡ് അത്ലറ്റിക് ഫുഡ്വെയർ ബ്രാൻഡാണ് കമ്പനി. അപ്പോൾ ക്യാമ്പസ് ആക്റ്റീവേഴ്സിൽ FIIs മാർച്ച് 2023 ക്വാർട്ടറിൽ അവരുടെ സ്റ്റേക്ക് 6.26% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ കമ്പനിക്ക് 28 സ്റ്റേറ്റുകളിലായിട്ട് 650-ലധികം സിറ്റികളിൽ 20,000-ലധികം റീറ്റെയിലേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ കമ്പനിക്ക് 425-ലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സും 150-ലധികം ഇന്റേണൽ സെയിൽസ് ഫോഴ്സും ഉണ്ട്. അപ്പോൾ കമ്പനിയുടെ ഫുഡ്വെയർ കൊമേഴ്സ് വെബ്സൈറ്റിലൊക്കെ ലഭ്യമാണ്, ലൈക്ക് ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോണിലൊക്കെ. അപ്പോൾ ഇതുകൂടാതെ കമ്പനി ഓഫ്ലൈൻ D2C പ്രസൻസ് EBO വഴി, അതായത് എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റ് വഴി വളർത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ അവർക്ക് 200-ലധികം എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റുകളുണ്ട്. ഇനി നമ്മൾ സെയിൽസ് ചാനൽ വൈസ് റവന്യൂ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ 2023 കമ്പനിക്ക് 55% റവന്യൂ ട്രേഡ് ഡിസ്ട്രിബ്യൂഷൻ ചാനലിൽ നിന്നാണ് വന്നേക്കുന്നത്, 45% റവന്യൂ D2C ചാനലിൽ നിന്നും. അപ്പോൾ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ് മാർക്കറ്റ് പൊസിഷൻ അതുപോലെ സ്ട്രോങ് ബ്രാൻഡ് നെയിം അത് അവർക്കൊരു മെയിൻ സ്ട്രെങ്ത് തന്നെയാണ്. ഇപ്പോൾ സ്പോർട്സ് അതുപോലത്തെ അത്ലറ്റിക് സെഗ്മെന്റിൽ 17% മാർക്കറ്റ് ഷെയറോടെ അവർ ഇന്നൊരു നല്ല പൊസിഷനിലാണ് ഉള്ളത്. അപ്പോൾ ഇതുവഴി കമ്പനി ഒരു വെർട്ടിക്കലി ഇൻറ്റഗ്രേറ്റഡ് മാനുഫാക്ചറിങ് എക്കോസിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഹൗസ് മാനുഫാക്ചറിങ് അതുപോലെ ഔട്ട്സോഴ്സിംഗ് വഴി കമ്പനിക്ക് 34.8 മില്യൺ പേഴ്സ് അസംബിൾ ചെയ്യാനുള്ള ആനുവൽ കപ്പാസിറ്റി നേടിയെടുത്തിട്ടുണ്ട്. എന്നാലും കമ്പനിക്കുള്ള ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡ്വെയർ സെഗ്മെന്റിൽ അവർക്ക് നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ അവർക്ക് ഓർഗനൈസ് അതുപോലെ അൺഓർഗനൈസ്ഡ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ട്, ലൈക്ക് ഇപ്പോൾ ബാറ്റ, ലിബർട്ടി, ലാൻസർ, റിലാക്സോ, അഡിഡാസ്, നൈക്കി, പ്യൂമ ഒക്കെ. അപ്പോൾ ഇതുകൂടാതെ കമ്പനിക്ക് ലോ പ്രൈസ് സെഗ്മെന്റിലാണ് അവർ കൂടുതലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പറ്റീഷൻ അവരുടെ മാർജിനിൽ പ്രഷർ ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ കുറച്ച് ഫൈനാൻഷ്യൽസ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ കോമ്പറ്റേറ്റേഴ്സായ ബാറ്റ അതുപോലെ റിലാക്സോ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. കാരണം ഈ 3 കമ്പനികളും സ്പോർട്സ് ഫുഡ്വെയർ സെഗ്മെന്റിലാണ് ഉള്ളത്. സോ ഇവരുടെ എല്ലാം ടാർഗറ്റ് ഓഡിയൻസ് സെയിം ആണ്. ഇനി വാല്യൂഷനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കമ്പനിയുടെ P വന്ന് 83.36% ആണ്, റിലാക്സോന്റെ P വന്ന് 148% ആണ്, ബാറ്റേന്റെ P ബാക്കി 2 കമ്പനികളും കുറവിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാലും ക്യാമ്പസ് അവരുടെ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും സെയിൽസ് ഗ്രോത്ത് അതുപോലെ ROIന്റെ ടേംസിൽ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ റിട്ടേൺസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 3 കമ്പനികളും കഴിഞ്ഞ ഒരു വർഷത്തിൽ സ്പെഷ്യൽ റിട്ടേൺസ് ഒന്നും നൽകിയിട്ടില്ല. പക്ഷേ അവർ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ക്യാമ്പസ് ഇവിടെ ബെറ്റർ ആയിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ തേർഡ് കമ്പനി ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ്. അപ്പോൾ ഇന്ത്യയിൽ വലിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡക്റ്റ് മാനുഫാക്ചേഴ്സിൽ ഒരാളാണ് ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ്. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സ് പല ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കുന്നുണ്ട്, ലൈക്ക് ആർക്കിടെക്ചർ, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ഓട്ടോമൊബൈൽ ആൻഡ് റെയിൽവേസ്, എഞ്ചിനീയറിംഗ് ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾ ഗുഡ്സിലൊക്കെ ആയിട്ട്. അപ്പോൾ കമ്പനിയിൽ FIIs അവരുടെ സ്റ്റേക്ക് മാർച്ച് 2023 ക്വാർട്ടറിൽ 8.87% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ 71% റവന്യൂ വരുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ്, ബാക്കി എക്സ്പോർട്ട് മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ കമ്പനിയുടെ ഒരു മേജർ മാനുഫാക്ചറിങ് യൂണിറ്റ് ഒക്കെ വരുന്നത് ഒറീസ അതുപോലെ തന്നെ ഹരിയാനയിലൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവരുടെ കമ്പൈൻ കപ്പാസിറ്റി വരുന്നത് 2.9 മെട്രിക് ടൺസ് പെർ ആനം ആണ്. ഇനി കമ്പനിയുടെ സ്ട്രെങ്ത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കമ്പനി കൺസിസ്റ്റൻ്റ്ലി ഡീലിവറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പനി അവരുടെ സ്ട്രോങ് ഓപ്പറേറ്റിംഗ് പെർഫോമൻസിൻ്റെ ബേസിൽ ലോങ് ടേം ഡെറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ 2016 കമ്പനിയുടെ ഡെറ്റ് 3.4 ടൈംസ് ആണ്, അത് ഫൈനാൻഷ്യൽ 2023 0.2 ടൈംസ് ആയിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ നെറ്റ് ഡെറ്റ് ടു എബിറ്റ ട്രെൻഡും ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അതിൽ ഡീലിവറേജിംഗ് ആയിട്ട് പോർട്രേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനാൻഷ്യൽ 2015 നെറ്റ് ഡെറ്റ് അവർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിന് 11 ഇരട്ടിയായിരുന്നു. അപ്പോൾ അത് ഇന്നിപ്പോൾ ജസ്റ്റ് 0.7 ടൈംസ് മാത്രമാണ്. പക്ഷേ കമ്പനിയുടെ ഒരു മെയിൻ വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ അവർ ഇന്തോനേഷ്യ അതുപോലെ ചൈനയിൽ നിന്ന് സ്ട്രോങ് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വിഭാഗത്തിലെ ഒരു പ്രമുഖ കമ്പനിയാണ് ഇതെങ്കിലും എക്സ്പോർട്ടർമാരുടെ കൈവശമുള്ള ചീപ്പ് നിക്കൽ ഡിപ്പോസിറ്റ് കാരണം ഈ രാജ്യങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് കാരണം കമ്പനിയുടെ മാർജിനുകളിൽ പ്രഷറുണ്ട്. ഇനി നമുക്ക് ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡിനെ അവർ ക്ലോസ് കോമ്പറ്റേറ്റേഴ്സായ APL അപ്പോളോ ട്യൂബ്സ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡിനെ പോലെ തന്നെ APL അപ്പോളോ ലിമിറ്റഡ് പല റേഞ്ചുള്ള സ്റ്റെയിൻലെസ് സ്റ്റീലുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ അവർ ഇന്ത്യയിലെ ലീഡിംഗ് സ്റ്റീൽ പ്രൊഡക്റ്റ് മാനുഫാക്ചർ കമ്പനികളിൽ ഒന്നാണ്. നമ്മൾ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ PE റേഷ്യോൻ്റെ ടേംസിൽ ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് APL അപ്പോളോ ട്യൂബ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ EV/EBITDA നോക്കുകയാണെങ്കിൽ ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡിന് ഇത് 7.87 ടൈംസ് ആണ്, അതേസമയം APL അപ്പോളോ ട്യൂബ്സിന് ഇത് 34.10 ടൈംസ് ആണ്. അപ്പോൾ EV/EBITDA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ റേഷ്യോ ആണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്പനിയുടെ വാല്യൂ ഏർണിംഗ്സ് ആയിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ EV കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റർപ്രൈസ് വാല്യൂ ആണ്, ഇത് കമ്പനിയുടെ ടോട്ടൽ വാല്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റിട്ടേൺസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ജിൻഡാൽ സ്റ്റെയിൻലെസ് ലിമിറ്റഡ് APL അപ്പോളോ ലിമിറ്റഡിനെ ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 ഇയർ പീരീഡ് ടൈമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 217.62%. പക്ഷേ ഇനി 5 ഇയർ പീരീഡിൽ നോക്കുകയാണെങ്കിൽ APL അപ്പോളോൻ്റെ റിട്ടേൺസ് ആണ് ബെറ്റർ.
ഇനി ഇന്നത്തെ നമ്മുടെ ഫോർത്ത് കമ്പനി ഗോ ഫാഷൻസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ ഗോ ഫാഷൻ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് വുമൻസ് ബോട്ടം വെയർ ബ്രാൻഡുകളിൽ ഒന്നാണ്. ഇപ്പോൾ ഗോ കളർ ബ്രാൻഡിന്റെ കീഴിൽ ഗോ ഫാഷൻസ് പല റേഞ്ചുള്ള വുമൻസ് ബോട്ടം വെയർ പ്രോഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ കമ്പനിക്ക് 8% മാർക്കറ്റ് ഷെയർ ഉണ്ട്. അപ്പോൾ കമ്പനിക്ക് ഒരുപാട് റേഞ്ചുള്ള പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ഉണ്ട്. എത്നിക് വെയർ, വെസ്റ്റേൺ വെയർ, ഫ്യൂഷൻ വെയർ, അത്ലക്ഷർ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഗോ ഫാഷനിൽ FIIs അവരുടെ സ്റ്റേക്ക് മാർച്ച് 2023 ക്വാർട്ടറിൽ 10.2% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗോ ഫാഷൻ റീച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഇന്ത്യയിൽ 143 സിറ്റികളായിട്ട് 630 എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ഔട്ട്ലെറ്റുകളുണ്ട്. അപ്പോൾ ഇതിൽ 191 എയർപോർട്ട് അതുപോലെ മാളുകളിലൊക്കെയാണ്. 439 ഹൈ സ്ട്രീറ്റ്. അപ്പോൾ ഇതുകൂടാതെ 1750 ലാർജ് ഫോർമാറ്റ് സ്റ്റോറുകളും അവർക്കുണ്ട്. കമ്പനിയുടെ ഒരു പോസിറ്റീവ് സൈഡ് വരുന്നത് അവർ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി തന്നെയാണ്. അപ്പോൾ അവർ വർക്കിംഗ് ക്യാപിറ്റൽ ഡേയ്സ് നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽ 2022 190 ദിവസത്തിൽ നിന്ന് ഫൈനാൻഷ്യൽ 2023 149 ദിവസമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇൻവെന്ററി ഡേയ്സിലുള്ള ഇമ്പ്രൂവ്മെന്റ് തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം. അപ്പോൾ ഗോ ഫാഷൻ അവരുടെ വെയർ ഹൗസിംഗ് ഓപ്പറേഷൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ ഇൻവെന്ററി ഡേയ്സ് 151 ദിവസത്തിൽ നിന്ന് 4 മാസത്തേക്ക് കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് വരും സമയങ്ങളിൽ അവർ ഇൻവെന്ററി ഡേയ്സ് 90 മുതൽ 100 ദിവസമായിട്ട് അവർ കുറയ്ക്കുമെന്നാണ്. അപ്പോൾ കമ്പനിയുടെ റിസ്ക് വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജോഗ്രഫിക്കൽ കോൺസെൻട്രേഷൻ തന്നെയാണ്. അപ്പോൾ അവർക്ക് സൗത്ത് ഇന്ത്യയിൽ അവർക്ക് മേജർ എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ്സ് അതുപോലെ തന്നെ ലാർജ് ഫോർമാറ്റ് സ്റ്റോറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വേറെ ജോഗ്രഫിക്കൽ ഏരിയസിലൊക്കെ എന്തായാലും തീർച്ചയായിട്ടും അവർ എക്സ്പാൻഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇപ്പം നിലവിൽ അവരുടെ ഓപ്പറേഷൻസ് കൂടുതലും സൗത്ത് ഇന്ത്യയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ജോഗ്രഫിക്കൽ ഏരിയകളിൽ അവരുടെ ഓപ്പറേഷനിൽ തുടങ്ങുന്നത് വരെ കമ്പനിക്ക് റവന്യൂ കോൺസെൻട്രേഷൻ റിസ്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള കമ്പനികളിൽ വെച്ച് നോക്കുമ്പോൾ ഇത് അവർക്കൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി നമുക്ക് കമ്പനിയുടെ കീ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് കാൻഡബിൾ റീറ്റെയിൽ ഇന്ത്യ ലിമിറ്റഡ് അതുപോലെ മോണ്ടി കാർലോ ഫാഷൻ ലിമിറ്റഡ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ വാല്യൂഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഗോ ഫാഷൻസ് മറ്റ് 2 കമ്പനികൾക്കാളും ഹയർ PE റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഗോ ഫാഷൻസ് സെയിൽസ് ഗ്രോത്തിൻ്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ അവർ 2 കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ 3 പേര് നമ്മൾ വെച്ച് നോക്കുമ്പോൾ കാൻഡബിൾ റീറ്റെയിലിൻ്റെ ROE ആണ് ബെസ്റ്റ്. ഇനി നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് കമ്പനി ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി വന്ന് സോന BLW പ്രിസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഇതൊരു ഓട്ടോമോട്ടീവ് ടെക്നോളജി കമ്പനിയാണ്. അപ്പോൾ ഇവർ മെയിൻലി ഓട്ടോമോട്ടീവ് സിസ്റ്റംസ് ആൻഡ് കോമ്പോണൻസിന് മാനുഫാക്ചറിംഗിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. വിവിധ വാഹന വിഭാഗങ്ങളിലെ പലതരം അസംബ്ലീസ്, ഗിയേഴ്സ്, കൺവെൻഷണൽ മൈക്രോ ഹൈബ്രിഡ് മോട്ടോഴ്സ് എന്നിവയുടെ ഡിസൈൻ, നിർമ്മാണം, വിതരണം എന്നിവയൊക്കെ കമ്പനി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബെൽ സ്റ്റാർട്ടർ ജനറേറ്റേഴ്സ് അല്ലെങ്കിൽ BSG സിസ്റ്റത്തിന്റെ ഇലക്ട്രിക് വെഹിക്കിൾ ട്രാൻസാക്ഷൻ മോട്ടോഴ്സിന്റെയും ബിസിനസ്സിൽ അവർ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സോന BLW പ്രിസിഷൻ ഫോർജിങ്സിൽ FIIs മാർച്ച് 2023 ക്വാർട്ടറിൽ അവരുടെ സ്റ്റേക്ക് 13.42% കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഒരു മെയിൻ സ്ട്രെങ്ത് അവർ സ്ട്രോങ് ഓർഡർ ബുക്ക് തന്നെയാണ്. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 ക്വാർട്ടർ 4 എൻഡിൽ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് ഓർഡർ ബുക്ക് വരുന്നത് 215 ബില്യൺ രൂപയാണ്. അത് ഫൈനാൻഷ്യൽ 2023 റവന്യൂവിൻ്റെ ഏകദേശം 8 ഇരട്ടിയാണ്. അപ്പോൾ ഒരു സ്ട്രോങ് ഓർഡർ ബുക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ലോങ് ടേം അതുപോലെ കൺസിസ്റ്റന്റ് റവന്യൂ ഉറപ്പ് തരുമെന്നാണ്. എന്നാലും 2022 ഫൈനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ടോപ്പ് 5 ക്ലയൻറ്റുകൾ അവരുടെ റവന്യൂവിൻ്റെ 45% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിലൊരു ക്ലയൻറ്റ് ഭാവിയിൽ ഇപ്പോൾ കമ്പനിയിൽ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അത് കമ്പനിയുടെ ഫൈനാൻഷ്യലിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇനി നമുക്ക് കമ്പനിയുടെ കുറച്ച് മെയിൻ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് അവരുടെ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സായ മഹേന്ദ്ര CIE അതുപോലെ തന്നെ രാമകൃഷ്ണ ഫോർജിങ്സ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്യാം. ഇനി നമ്മൾ വാല്യൂഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ ബാക്കി 2 കമ്പനികളെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ PEയിലാണ് ഇവർ ട്രേഡ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് 5 ഇയേഴ്സിൽ അവർ സെയിൽസ് ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ 2 കോമ്പറ്റേറ്റേഴ്സും നല്ല മാർജിനിൽ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റിട്ടേൺസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ കമ്പനി അവരുടെ ഇൻവെസ്റ്റേഴ്സിന് നെഗറ്റീവ് റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ 2 കോമ്പറ്റേറ്റേഴ്സും അവരുടെ ഇൻവെസ്റ്റേഴ്സിന് 150% റിട്ടേൺസ് നൽകിയിട്ടുമുണ്ട്. അപ്പം ഇതായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി നമ്മളിവിടെ ഓർമ്മപ്പെടുത്തുവാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.